ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഒരു ഒറ്റ ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണ് 13,22,000 എന്നുള്ളത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കര പ്രശ്നത്തിലായിരിക്കും എന്നുള്ളതായിരുന്നു റീസൺ. വേറെ ഒന്നുമല്ല, ഞാനൊരു മൊമെന്റം ട്രേഡർ ആണ്. കമ്മ്യൂണിറ്റിയിൽ, അതായത് ഗോൾഡും സിൽവറിലും നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ നേരെ ഓഗസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ട്രേഡ്സ് ഒരു സെഗ്മെന്റിലും എടുത്തിട്ടില്ലായിരുന്നു. സെപ്റ്റംബറിലേക്ക് നമ്മൾ വരുമ്പോൾ ഓൾമോസ്റ്റ് 32,000 ആണ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. മാർക്കറ്റിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോയി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൊമെന്റം കിട്ടത്തില്ല. ഫേക്ക് ബ്രേക്ക് ഔട്ട്സും ഫേക്ക് ബ്രേക്ക് ഡൗൺസും ആണ് വന്നിട്ടുള്ളത്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒക്ടോബർ 20 കഴിയുമ്പോൾ തൊട്ട് ഒരു റാലി കാണുമെന്നാണ്. ഓഗസ്റ്റിലേക്ക് വരുമ്പോൾ 7,000 രൂപ ആകെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 10 ട്രേഡ്സ് മാത്രമാണ് ഞാൻ ടോട്ടലി എടുത്തിട്ടുള്ളത്. 2.45 ലാഖോളം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 30 ഡേയ്സ്, അതായത് നമ്മൾ ഈ പറയുന്ന സെപ്റ്റംബറിൽ. Hey all, this is me Arun here, your coach, your mentor, your trainer in trading. അപ്പോൾ നമ്മൾ P&L റിവീൽ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ മാസവും. ലാസ്റ്റ് ജൂലൈയിൽ നമ്മൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നമുക്ക് ട്രേഡ് കാണുകയില്ല, നമ്മൾ ചെയ്യുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഓഗസ്റ്റിലേറ്റായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നു. ദെൻ വൈ സെപ്റ്റംബറിൽ വന്നത് എന്ന് കഴിഞ്ഞാൽ വൈ സെപ്റ്റംബറിന്റെ P&L ഞാൻ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇന്ത്യൻ മാർക്കറ്റ് ഭയങ്കര പ്രശ്നത്തിലായിരിക്കും എന്നുള്ളതായിരുന്നു റീസൺ. വേറെ ഒന്നുമല്ല, ഞാനൊരു മൊമെന്റം ട്രേഡർ ആണ്. മാർക്കറ്റിൽ ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോയി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൊമെന്റം കിട്ടത്തില്ല. ഫേക്ക് ബ്രേക്ക് ഔട്ട്സും ഫേക്ക് ബ്രേക്ക് ഡൗൺസും ആണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഇൻക്ലൂഡിങ് ജൂലൈ ആണ് നിങ്ങൾ ലോസസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തെ ഡൗട്ട് ചെയ്യണ്ട. അതായത് ആ ഒരു സമയത്ത് മാർക്കറ്റ് നല്ല പ്രശ്നത്തിലായിരുന്നു. നമുക്ക് 100% ഈവൻ ആ ഒരു 24,600 ഒക്കെ നിഫ്റ്റി ചുമ്മാ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ചുമ്മാ അങ്ങ് കയറുകയായിരുന്നു വളരെ എളുപ്പത്തിൽ. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ് തന്നെ നമുക്ക് വല്ലാത്ത രീതിയിലായി തോന്നാറുണ്ട്. പക്ഷേ ജൂലൈയിൽ നമുക്ക് ആ ഒരു സമയത്ത് കമ്മ്യൂണിറ്റിയിൽ, അതായത് ഗോൾഡും സിൽവറിലും നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ നേരെ ഓഗസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ട്രേഡ്സ് ഒരു സെഗ്മെന്റിലും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ സെപ്റ്റംബർ ആയപ്പോഴത്തേക്ക് ഞാൻ ക്രിപ്റ്റോയിൽ കൂടുതൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റോയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു ഗെയിൻ നമുക്ക് സാധിച്ചു. ആൻഡ് ഒക്ടോബർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒക്ടോബർ 20 കഴിയുമ്പോൾ തൊട്ട് ഒരു റാലി കാണുമെന്നാണ്. ഒക്ടോബർ 20 ഒക്കെ കഴിയണം നമുക്കൊരു റാലി കിട്ടണമെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു സമയത്ത് ഞാൻ പയ്യെ ഇനിഷ്യേറ്റ് ചെയ്യും. നവംബർ മുതൽ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട്സ് എല്ലാം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. സോ ഹിയർ നമ്മളിപ്പം കാണുന്നത് എന്താണ്, ലാസ്റ്റ് ഒക്ടോബറിൽ ഇപ്പം ഞാൻ ട്രേഡ് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത്. ഇന്നിപ്പം ഒക്ടോബർ 4-ാം തീയതി ആണ്, വൈകുന്നേരമാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. ഞാൻ ചെറുതായിട്ട് മാത്രം ഒന്ന് ചെയ്യുന്നുണ്ട്. എന്നാൽ സെപ്റ്റംബറിലേക്ക് നമ്മൾ വരുമ്പോൾ ഓൾമോസ്റ്റ് 32,000 ആണ് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ജസ്റ്റ് ലൈക്ക് നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഞാനത് കാണിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മളുടെ സ്റ്റുഡൻസിനെ ആ ഒരു ട്രേഡ് എടുത്ത് കാണിക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ഓഗസ്റ്റിലേക്ക് വരുമ്പം 7,000 രൂപ ആകെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 10 ട്രേഡ്സ് മാത്രമാണ് ഞാൻ ടോട്ടലി എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ലൈക്ക് സ്റ്റുഡൻസിനെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. സോ ഓഗസ്റ്റിൽ 7,000 രൂപ ലോസ് നെറ്റ്, ആൻഡ് സെപ്റ്റംബറിൽ 32,000 രൂപ പ്രോഫിറ്റ്. അത് ഞാൻ യൂസ് ജസ്റ്റ് ലൈക്ക് ഒരു ഇതില്ല. എന്നാലും ഇപ്പോൾ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻ എ സിംഗിൾ ഡേ എന്ന് പറയുന്നത് 13 ലക്ഷം രൂപയാണ്. ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഒരു ഒറ്റ ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആണ് 13,22,000 എന്നുള്ളത്. അത് നമ്മൾ ലൈവ് ട്രേഡിലൂടെ കണ്ടിട്ടുള്ള. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ലൈവായിട്ട് ആ ട്രേഡ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഐ ബിലീവ് ഗോൾഡിലായിരുന്നു എന്നുള്ളത്, റൈറ്റ്. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, ഗോൾഡ് ETF, സിൽവർ ETF ആൻഡ് നിഫ്റ്റി ETF. ഇത് 3 ഞാൻ ഡെയിലി വാങ്ങിക്കുന്നുണ്ട്. ഡെയിലി SIP ആയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് സോ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ 20th തൊട്ടാണ് ഞാൻ പയ്യെ സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് എക്സ്ട്രായും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും അത് ഓൾമോസ്റ്റ് 1.7 ലാഖോളം ആയിട്ടുണ്ട് വിത്ത് 4.50% റിട്ടേൺ. ഒരു മാസം പോലും ആയില്ല, 10-15 ഡേയ്സേ ആയുള്ളൂ. 4.5% റിട്ടേൺ വന്നിട്ടുള്ളത്. ഈസി റൈറ്റ്.
ബട്ട് ഇതൊക്കെ നോക്കിയും കണ്ടും വേണം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അതേസമയം ലാസ്റ്റ് 30 ഇതെന്റെ ക്രിപ്റ്റോയുടെ അക്കൗണ്ട് ആണ്. ലാസ്റ്റ് 30 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എല്ലാ ഫ്യൂച്ചേഴ്സ് മാത്രമാണ് ഞാൻ ചെയ്തത്. എല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ 2.45 ലാഖോളം നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 30 ഡേയ്സ്. അതായത് നമ്മൾ ഈ പറയുന്ന സെപ്റ്റംബറിൽ ക്രിപ്റ്റോയിൽ നല്ലൊരു റാലി കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ സി ഹിയർ ഓൾമോസ്റ്റ് ടോട്ടൽ ട്രേഡ് 19 എണ്ണേ ഉള്ളൂ. ഞാനിവിടെ 1 hour ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിം. നിങ്ങൾക്ക് ഞാൻ ഈ ക്രിപ്റ്റോയിൽ എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും പ്രീമിയം ഗ്രൂപ്പിൽ. ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമ്മളുടെ തന്നെ ഡെൽറ്റ എക്സ്ചേഞ്ച് ലിങ്ക് വെച്ച് ഓപ്പൺ ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിനോടൊപ്പം തന്നെ അതിൻ്റെതായിട്ട് ഗൂഗിൾ ഫോം കൂടെ കാണും. നിങ്ങൾ അത് ഫില്ല് ചെയ്യണം. പേരും നമ്പറും നിങ്ങളുടെ യൂസർ ഐ ഡിയും ഡെൽറ്റയുടെ അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ നമ്മളുടെ ഈ ഒരു പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് ഒക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യും ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്രിപ്റ്റോയിൽ ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ. ആൻഡ് ഒക്ടോബറിലെ കഥ ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഒക്ടോബറിലെ വ്യൂ ഇത് തന്നെയാണ്. ഞാൻ ഒക്ടോബറിൽ 20 കഴിയും ഞാൻ ആക്റ്റീവ് ആകാനായിട്ട്. നവംബറിലായിരിക്കും ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് വേറെ അക്കൗണ്ട്സിലേക്ക് ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ഞാൻ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആക്കി കീപ്പ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ അതിനെ ആക്ച്വലി ഹെഡ്ജ് ചെയ്ത് വെച്ചേക്കും. കാരണം മാർക്കറ്റ് ഇത്ര ഇതായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്കൊരു വ്യൂ ഇല്ല. എൻ്റെ വ്യൂ ആണ് ഞാൻ പറയുന്നത്. വ്യൂ ഉള്ള ട്രേഡേഴ്സ് ഉണ്ട് ഇപ്പോഴും. ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. എസ്പെഷ്യലി സൈഡ് വേസ് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഈസിലി നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം. ഞാനൊരു മൊമെന്റം ട്രേഡർ ആണ്. അതുകൊണ്ടാണ് എൻ്റെ ട്രേഡ്സ് എല്ലാം ഇങ്ങനെ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് കാണാം എൻ്റെ ഏത് P&Ls എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മന്ത്ലി എനിക്കൊരു 10-15 ട്രേഡ്സ് ആയിരിക്കും ഫുള്ളി കാണുക. ബട്ട് എൻ്റെ ആക്ച്വൽ ട്രേഡ് എൻ്റെ അക്കൗണ്ട്സിലൊക്കെ ഇപ്പം എന്താ പറയുക, ഇപ്പം ഇവിടെ തന്നെ 19 എണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രിപ്റ്റോയിൽ ഓൾമോസ്റ്റ്. ബട്ട് എന്നാൽ ഇതിലൊരു 5-6 എണ്ണം ആയിരിക്കും ആക്ച്വൽ ട്രേഡ്. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെ ഞാനൊക്കെ എടുത്ത് കാണിക്കുന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് ലൈവിൽ ഇപ്പം ഹൗ ടു യൂസ് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഈ ഒരു അക്കൗണ്ടിലൊക്കെ ഇത് ബൈ ഇത് സെൽ എന്നൊക്കെ കാണിച്ച് ട്രേഡ്സ് പോകാറുണ്ട്. എനിവേ ദാറ്റ്സ് ഇറ്റ് വിത്ത് മൈ P&L ഓൺ ഓഗസ്റ്റ് സെപ്റ്റംബർ. ഈ 2 മാസത്തെ P&L ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നേ. ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് 4-5 മാസമായിട്ട് എൻ്റെ P&Ls ധൈര്യത്തോടു കൂടി ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതിലൊന്നും വറീഡ് ആകണ്ട. ആൻഡ് ഓൾസോ ട്രേഡിംഗ് എന്ന മേഖലയിലോട്ട് വന്നു കഴിഞ്ഞാൽ ട്രേഡർ ആകുക അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആകുക എന്ന് മാത്രമല്ല, അതിലും കുറേ അധികം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്തതായിട്ടുള്ള കുറേ അധികം മേഖലകളുണ്ട്. എസ്പെഷ്യലി NISM എക്സാമിനെ പറ്റി പലർക്ക് പോലും അറിയുകയില്ല. ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സീ യു ദെയർ ഇൻ നെക്സ്റ്റ് വീഡിയോ.